ഇന്നത്തെ എൻ്റെ ചിത്രകല ഇസക്കുട്ടി തന്നൊരു കൊട്ടേഷനാണ് കേട്ടോ. അവളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, അവളുടെ കൂൾ ലിറ്റിൽ ബ്രദറാണ് ജോഹാൻ, ഞങ്ങളുടെയൊക്കെ കുഞ്ചു. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മേ നമുക്ക് കാർഡ് വാങ്ങണ്ട, എനിക്കൊരു കാർഡ് ഉണ്ടാക്കി തരാമോ എന്ന്. അപ്പോൾ ഒരു കുഞ്ഞു കാർഡ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു. ശരിക്കും ഒരു കാർഡ് ഈസി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങാത്തതേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനും കൊടുക്കുന്ന ആളുടെ സന്തോഷവും എത്രത്തോളം വലുതാണെന്ന് എന്നെ പഠിപ്പിച്ചത് എൻ്റെ പപ്പയാണ്. പണ്ട് ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ പപ്പ ഞങ്ങളെല്ലാവരെയും പിടിച്ചിരുത്തി ക്രിസ്മസ് ട്രീ ഒക്കെ പേപ്പർ കട്ട് ചെയ്ത് ഉണ്ടാക്കും. ഉണ്ടാക്കി വരുമ്പോഴേക്കും അതിനൊത്തിരി പൈസയാവും, കൂടുതൽ സമയവും കുറേ നേരം വേണ്ടി വരും. അപ്പോൾ മമ്മി പറയും, നിങ്ങൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നത്, ഒരു ട്രീയും സ്റ്റാറും ഒക്കെ വാങ്ങിയാൽ പോരെ. അപ്പോൾ പപ്പ പറഞ്ഞൊരു മറുപടി ഉണ്ട്, കടയിൽ നിന്ന് വാങ്ങുന്ന ട്രീക്കും സ്റ്റാറിനും ഒന്നും എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ എന്നും ഓർത്തു വെക്കാനുള്ള മധുരമായ ഓർമ്മകൾ കൊടുക്കാൻ കഴിയില്ലെന്ന്. അന്ന് ചെറുപ്പത്തിലാണ് ഞാൻ ആ വാക്കുകൾ കേട്ടതെങ്കിലും ഇന്നും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഓർമ്മകളും വാക്കുകളുമാണത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഞാൻ എപ്പോഴും ബർത്ത്ഡേ ഗിഫ്റ്റ് ആയാലും ക്രിസ്മസ് ആയാലും ഏത് ഫംഗ്ഷൻ ആയാലും ആർട്ട് വർക്കും ക്രാഫ്റ്റ് വർക്കും ഡെക്കറേഷൻസിനും ഒക്കെ നമ്മുടെ ഒരു കയ്യൊപ്പ് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ അതൊക്കെ ചെയ്യാൻ ഇസക്കുട്ടിയും കൂടാറുണ്ട് കേട്ടോ. അവൾക്ക് അതൊക്കെ വലിയ സന്തോഷമാണ്. നാളെ അവൾക്ക് അതൊക്കെ ഒരു മധുരമുള്ള മെമ്മറീസും ആയിരിക്കും. ഇപ്പോൾ ഞാനും ബിബി ഇസക്കുട്ടിയൊക്കെ ചേർന്ന് ക്രിസ്മസ് ട്രീയും ഡെക്കറേഷൻസും ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും ഓടിപ്പോകുന്നൊരു കാര്യമാണ് പണ്ട് പപ്പയും ഞങ്ങളെല്ലാവരും കൂടി ചേർന്നിരുന്ന് ഇതുപോലുള്ള ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നൊരു ഓർമ്മ. ഇന്നത്തെ ഈ ബർത്ത്ഡേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇസക്കുട്ടിയുടെ ഒരു ഫേവററ്റ് പേഴ്സണാണ് കേട്ടോ കുഞ്ചു. കുഞ്ചുവിന് തിരിച്ചും അവളൊരു ലിറ്റിൽ സിസ്റ്റർ തന്നെയാണ്. ഇത് രണ്ടും അല്ലാതെ ഇവർ തമ്മിൽ വേറൊരു കണക്ഷൻ കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ ക്ലോസ് ഫ്രണ്ടായ ഷാർലറ്റ് ക്ലോസ് ഫ്രണ്ടിനേക്കാൾ ഉപരി ഷാഡോ ഫ്രണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മളോട് തന്നെ പറഞ്ഞ് സമാധാനിക്കാറില്ലേ, അതുപോലെയാണ് എൻ്റെ നിഴലിനോട് സംസാരിക്കുന്ന പോലെയാണ് അവളോട് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങളുടെ രണ്ടുപേരുടെ ആദ്യത്തെ കൺമണികൾ, അതായത് ഇസക്കുട്ടിയും കുഞ്ചുവും, ഭൂമിയിൽ ആദ്യം ജനിച്ചു വീണപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും തലോടലോടുകൂടിയാണ് ജനിച്ചത്. പിന്നെ എനിക്ക് ദൈവം തന്ന സമ്മാനങ്ങളിൽ ഒന്നാണ് കേട്ടോ എനിക്ക് ചുറ്റുമുള്ള നല്ല സുഹൃത്തുക്കൾ. ഞങ്ങളുടെ ഇസക്കുട്ടി ജനിച്ച സമയത്ത് എൻ്റെ ചുറ്റിൽ രാവും പകലും ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ മുഖത്ത് ഞാൻ കണ്ടതാണ് ആ ദൈവത്തിൻ്റെ കയ്യൊപ്പ് നിറഞ്ഞ സമ്മാനം. മനുഷ്യരുടെ രൂപത്തിൽ ദൈവം തരുന്ന ചില സമ്മാനങ്ങൾക്ക് ചിലപ്പോൾ രക്തബന്ധങ്ങളോടൊപ്പം തന്നെ ചേർത്ത് നിർത്താൻ കഴിയുന്ന മൂല്യങ്ങളുണ്ടാകും, ശരിയല്ലേ?